100 മെമ്പർഷിപ്പ് പിന്നെയും വന്നെന്നോ ഗൈസ്? എനിക്ക് കാണിക്കുന്നില്ല. പെപ് ഗാർഡിയോള താങ്ക് യു സോ മച്ച് ഫോർ ദ 100 rupees. ഹേ ഈഗിളെന്ന് പറഞ്ഞിട്ട് ഹായ് ബ്രോ. എടാ ഒരാൾ ചലഞ്ച് എന്തോ തരാന്ന് പറഞ്ഞിട്ട് പോയല്ലോ. അത് ആലോചിക്കാൻ പോയതായിരിക്കും. എന്തോ ഇത് തരാനാ ഗൈസ്? എനിക്ക് കാണിക്കുന്നില്ല ഗൈസ്, എനിക്ക് കാണിക്കുന്നില്ല. എനിക്ക് 50 മെമ്പർഷിപ്പ് കാണിക്കുന്നില്ല. പുള്ളിയുടെ പേരെന്താന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണിക്കുന്നുണ്ടോ? നൂറായി ടോട്ടൽ പുള്ളിയുടെ ടോട്ടൽ 150. 3 വട്ടം ചെയ്തോ? അണ്ണം കണ്ടില്ലെന്ന് തോന്നുന്നു. ഇല്ലടാ 3 വട്ടം ചെയ്യാല്ലേ, എനിക്ക് ഒരു വട്ടേ കാണിച്ചുള്ളൂ. ഫ്രാൻസിസോ ഫിയാസ് ആൻഡ് ഫ്രാൻസിസ് ബ്രോ ഞാൻ മിസ് ചെയ്യും, എനിക്കിവിടെ കാണിക്കുന്നില്ല. എനിവേ താങ്ക് യു സോ മച്ച്, മീൻസ് എ ലോട്ട്. ഫ്രാൻസിസ് ബ്രോ താങ്ക് യു സോ മച്ച്. താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. വന്നു ഫ്രാൻസിസ് ബ്രോ 50, ഫിയാസ് ടി വി ബ്രോ 50, ഫിയാസ് ടി വി ബ്രോ 2 വട്ടം 50. എൻ്റെ പൊന്നോ 150 മെമ്പേഴ്സോ ബ്രോ. താങ്ക് യു സോ മച്ച് ഫിയാസ് ടി വി ബ്രോ, എല്ലാവർക്കും താങ്ക് യു. അയ്യോ എടാ നീ ഇപ്പോഴാ കണ്ടേ. താങ്ക് യു സോ മച്ച് ബ്രോ ഫിയാസ് ടി വി ബ്രോ. അതുപോലെ ഫ്രാൻസിസ് ബ്രോ താങ്ക് യു സോ മച്ച്, മീൻസ് എ ലോട്ട്. A master. You are watching a master at work. പ്രതിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഓപ്പറേഷൻ ചെയ്യാൻ കത്തിയെടുക്കുമ്പോൾ സ്വന്തം ജീവൻ എന്നെ ഏൽപ്പിച്ചു മയക്കുന്ന രോഗികളുടെ മേൽ കൈപ്പിഴ ഉണ്ടാകാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, എന്റെ ഹനിയെ ഞാൻ കൊന്നിട്ടില്ല. എന്ത് സീനടാ അത്. ഡയലോഗ് കണ്ട ആ ഒരു മോഡുലേഷൻ ഒക്കെ. അയ്യോ ഇങ്ങേരെയാണടാ ഇപ്പോഴത്തെ കൊച്ചുവാണങ്ങൾ ഇട്ട് ട്രോൾ ചെയ്യണം. എൻ്റെ അമ്മോ. വൈഷ്ണവ് വേണുഗോപാൽ ബ്രോ താങ്ക് യു സോ മച്ച് 40 ബ്രോ. ലെക്സസ് LFA പറ്റി അറിയുമോ? എക്സ്പ്ലോർ യമഹ സൗണ്ട് ആണോ? അയ്യോ ഇല്ല ബ്രോ, അറിഞ്ഞൂടാ. ഫ്രാൻസിസ് ബ്രോ താങ്ക് യു സോ മച്ച് 40 rupees സൂപ്പർ ചാറ്റ്. താങ്ക് യു സോ മച്ച്. അലൻ ബിജു ബ്രോ. അല്ല ഇപ്പോഴത്തെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് സീനാണ്, ശോകമാണ്. പുള്ളി മറ്റേ ഐസ്ക്രീമിൻ്റെ പരസ്യമൊക്കെ ചെയ്യുന്നത് ഒക്കെ എനിക്ക് കുറച്ച് ഇതൊക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ബട്ട് എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അസല ലാലേട്ടൻ ഫാൻ. എനിക്ക് പുള്ളി ഭയങ്കര ഇഷ്ടമാണ്. എന്താടാ കിവി ഐസ്ക്രീംസ്? എടാ വണ്ടിയുടെ ബാക്ക് വശം കത്തി ഇല്ലാണ്ടായി, കരിയായി. കളർ ചേഞ്ച് അല്ലത്. അയ്യ ഇതൊക്കെ ഭയങ്കര ഓവറാണടാ. ഇതുകൊണ്ട് വണ്ടി കരിയായി. വണ്ടി ട്രാഫിക്കിലൊക്കെ ആക്റ്റീവ്ലി ജസ്റ്റിസ് ഫോർ അതുൽ സുഭാഷ് ഹൈഡ്ര #. അതുൽ സുഭാഷ് ആരാ? 40 rupees. അതെന്താ സംഭവം? ജോർജ് ജേക്കബ് ബ്രോ താങ്ക് യു സോ മച്ച് മെമ്പർഷിപ്പ്. AK മാൻഡ്രേക്ക് ബ്രോ താങ്ക് യു സോ മച്ച് മെമ്പർഷിപ്പ്. ഹോമീസ് ഫോൺ ഓൺ എവരി തുടങ്ങിയേ പറയണം. നീയൊക്കെയാണ് ആവശ്യമില്ലാത്ത തെറിയല്ല എനിക്ക് മേടിച്ചു തരുന്നത് കേട്ടാ. ഹോമി ആഫ്റ്റർ ഹി ഗോട്ട് റിജക്റ്റഡ് ബൈ 100th ഗേൾസ് ഹി പ്രപ്പോസ്ഡ്. എനിക്ക് മനസ്സിലായി, എനിക്ക് പറ്റുന്ന പണിയല്ല. ഞാൻ എന്ത് ചെയ്തു? I quit. I cannot, I can't. ഞാൻ quit ചെയ്തു, മനസ്സിലായോ? നല്ലായിരുന്നു. തിരിച്ചറിവുണ്ടാവുക, നിർത്തുക, അതൊരു നല്ല കാര്യമാണത്. നല്ല മനുഷ്യർക്ക് വേണ്ട കാര്യങ്ങളാണ്. ഞാൻ വരച്ചതാണ്. നടന്ന ഡ്രഗ് ബസ്റ്റ് കാരണം മിലിറ്ററിയോ പോലീസോ ഇല്ല, വരഭ്രാന്തൻ, വരപ്പ് _ ഭ്രാന്തൻ. റോളക്സ് അവൻ പേര് ഡില്ലി. നല്ല സുന്ദര കിടല കൊള്ളാം. വരഭ്രാന്തൻ കൊള്ളാം. 3 different songs sounds together.
ബീറ്റെടുത്തിട്ട് റാപ്പടി റാപ്പടിച്ചപ്പ തീപ്പൊരി തീ പിടിച്ചോനെ മൂട്ടില് മിനി നേരം കൊണ്ടൊരു മാതിരി അകില് പുകില് തുരവ കുഴല് തന്തനത്തന പാടിവാ മാർഗഴിയെ മല്ലികയെ മന്ദാര പൂങ്കുരുവിയെ മഞ്ഞളും പൂഷിവാ വന്നിതാ നിന്റെ മുച്ച വായെടുത്താൽ വായാടി വാക്കെടുത്താൽ വാക്കത്തി. എനിക്കിത് കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് എന്താണെന്നറിയോ, പണ്ട് മാഷപ്പിന്റെ ഒരു കാലം ഉണ്ടായിരുന്നു. മറ്റേ മലയാളത്തിൽ ഡെസ്പാസിറ്റ് ആ, അതെ അതെ അതെ, എല്ലാരും മാഷപ്പ് ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എനിക്കിത് കണ്ടപ്പോ അതാണ് ഓർമ്മ വന്നത്. നോക്കി 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 നിന്ന് അന്നൊരു പക്ഷേ വേറൊരു പയ്യന്റെ മാഷപ്പ് ഉണ്ടായിരുന്നു കേട്ടോ, ദിലിൻ ദിനേശിന്റെ. സ്മൂളിലല്ലേ? അല്ലല്ല, യൂട്യൂബിലുണ്ട്. എടാ യൂട്യൂബിൽ ഇംഗ്ലീഷ് പാട്ടും കണ്ടിട്ടില്ല നിങ്ങളാരും? കാണിക്കണ്ട പ്ലേസ് എടേ അത് കിടില മാഷപ്പാ. വേണം, ആൾക്കാർക്ക് അത് വേണം. എടാ അത് ഇവരെല്ലാം കണ്ടതാ. ഞാൻ മാത്രമാണ് കാണാത്തത്. നീ മാത്രമാണ് കാണാത്തെ. ഞാൻ കാണാണ്. ദിലിൻ ദിനേശ് എന്ന് പറഞ്ഞ പയ്യന്റെ ഒരു മാഷപ്പ് ഉണ്ടായിരുന്നു. അത് വിഷയമായിരുന്നു. ഞാനത് എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട് ലാസ്റ്റിൽ എന്നെ അന്ന് ആ ചാനലിന്റെ പേര് ഒലക്കയുടെ മൂടെന്നായിരുന്നു. അവരെന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ പാട്ട് ഞങ്ങളുടെ പേജിലിടാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇന്ന് ഏതോ വലിയ ഓഡിയോ കമ്പനിയാണ് ആ ചാനൽ. എനിക്ക് അതാണ് പേര്, മറ്റേ സോണിയാക്കിയതാണ്. എപ്പോന്നോ ഇല്ല കാണിക്കുന്നു. ഇടാ ഞാൻ എന്റെ വിഷയം മാഷപ്പ് കൊണ്ട് മോനെ കാണിച്ചു തരാം. ദിലിൻ സ്ക്രീനിൽ മാഷപ്പ് കാണിക്കും. ഇത് പറഞ്ഞ ഇവരൊന്നും കണ്ടിട്ടില്ല, ജനങ്ങൾക്ക് ഇത് വേണം. ഞാൻ കാണിച്ചു തരാം. അതെ ഇതുണ്ട്. ഇതാദ്യം നമ്മള് ക്ലോസ് എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് ദിലിൻ ദിനേശ് എന്ന് പറഞ്ഞു. അവിടെ അന്ന് ഇത് കാണാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ കോളേജിലുള്ള പിള്ളേർ മാത്രമേ ഉള്ളായിരുന്നു. എല്ലാം കൂടെ ഒരു 50 വ്യൂസ്. അപ്പോൾ ഇതെങ്ങനെയോ ഇവരറിഞ്ഞ് ഇപ്പൊ അനുശ്രീ പ്രൊഡക്ഷൻ എന്നാണ് ആ ചാനലിന്റെ പേര്. അന്ന് ഈ ചാനലിന്റെ പേര് ഒലക്കയുടെ മൂടെന്നായിരുന്നു. 439K. എടാ ഇത് അന്ന് വൈറലായിട്ട് എനിക്ക് 5 പൈസ തന്നിട്ടില്ല അവന്മാരോട് ഇതുവരെ. എന്നിട്ട് ഇപ്പൊ അവന്മാര് ഞാൻ ഫേമസ് ആയപ്പോ ഈഗിൾ ഗെയിമിംഗ് എന്നൊക്കെ പറഞ്ഞ് വെട്ടിക്കയറ്റി. ഇതെന്റെ അന്നത്തെ പാട്ടായിരുന്നു കേട്ടാ. ഒന്ന് കേൾക്കട്ടെ. കരള അലിയിക്കുന്ന അല്ല, ഇതേതാ ക്ലോസർ ഇല്ലേ, സാ ബേബി പുൾമി ക്ലാസർ ബാക്ക് സീറ്റ് ആഫിയർ റാവർ, ആ പാട്ടില്ലേ, അതിന്റെ കരോക്കെ എടുത്തിട്ട് ഞാൻ അതിനകത്ത് കുറെ പാട്ടങ്ങ് കുത്തിക്കയറ്റി. എടാ സ്വന്തം പ്രശ്നമായിരുന്നു. എടാ എന്റെ അഭിനയൊക്കെ ഉണ്ട്, കണ്ടോണം കേട്ടോ. ആ പിന്നെ വീഡിയോ 7 വർഷം മുമ്പുള്ള വീഡിയോ. ഞാനിപ്പോ എന്റെ അഭിനയൊക്കെ കാണണം. ആ ട്രാൻസ്ഫർ കണ്ട പെട്ടെന്ന്. അതായത് ഞാൻ പാട്ട് കേട്ടോണ്ടിരുന്നത്, ക്ലോസർ പാട്ട് കേട്ടോണ്ടിരുന്നപ്പോ എന്റെ ബാറ്ററി തീർന്ന് ഫോണിന്റെ. അപ്പൊ ഞാൻ ഹെഡ്സെറ്റ് വലിച്ചൂരി എന്നിട്ട് സ്വന്തമായിട്ട് പാടാൻ പോടും. മനസ്സിലായ? എടാ ഇത് 7 വർഷം മുമ്പ് ചെയ്താ ഞങ്ങള്. അന്ന് ഈ മാഷപ്പ് എന്ന് പറഞ്ഞ ഭയങ്കര ട്രെൻഡായിരുന്നു കേസ്, ഭയങ്കര. അപ്പൊ നമ്മള് ചുമ്മാ ഇരുന്നപ്പോ ബാംഗ്ലൂർ ഇരുന്നപ്പോ ചെയ്തതാണ്. 68 ബ്രോ 200 rupees. ഈകളെ ഒരു 2025 മാഷപ്പ് ആയാലോ ഒന്ന്. 68 ബ്രോ, ലെറ്റ്സ് ഗോ. കാണാൻ പറ്റും നമുക്ക്. പിന്നല്ല, കൂടുതൽ മാഷപ്പ് എന്ന് വിനു ബെഞ്ചമിൻ അത്രേ ഉള്ളു ബ്രോ. ന്യൂ കിഡ്സ് ഇതൊന്നും കണ്ടിട്ടില്ല. സ്പൈഡോട് ബ്രോ, താങ്ക് യു സോ മച്ച്. അതെ അണ്ണ ഇപ്പോഴും കാർട്ടൂൺ കാണുമോ ബാക്കിൽ വെച്ചിട്ടുണ്ടല്ലോ. അഭിജിത് ദാസ്, അത് ഇവന്മാരോ പ്ലേ ചെയ്ത് വെച്ചതാടാ. കുബോൺ പാർക്ക് ഐക്യാറ്റ് ഫസ്റ്റ് ഇയർ ആവുമല്ലേ? അതെ ബാംഗ്ലൂർ പഠിക്കുമ്പോൾ ചെയ്തതാ. അങ്ങനെ ഞാൻ എൻ്റെ ചാനൽ ഇട്ടപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇവരെന്നെ അന്ന് കോണ്ടാക്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ കോണ്ടാക്ട് ചെയ്ത് ഇട്ടതാണിത്. കുറേ പേര് കണ്ടാടാ ഈഗിളുടെ ലൈവ് കണ്ടിട്ട് വന്നവരുണ്ടോ. 3 വർഷം മുമ്പ് എന്തോ ഞാൻ ലൈവ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത്. 3 വർഷം മുമ്പ് ഞാനിത് ലൈവ് കാണിച്ചായിരുന്നു. അന്നത്തെ വോയിസ് ഭയങ്കര ഇത്. ഇപ്പൊ ഇങ്ങനെ കിടന്ന അലറിയ 56 സെക്കൻഡ് മുന്നേ 56 അണ്ണന്റെ ലൈവ് കണ്ടു വന്നവരുന്നത്. അണ്ണാ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ഡെയിലി ലൈവ് ആണ്. ഹഫീസ് ബ്രോ താങ്ക് യു സോ മച്ച് ബ്രോ. ഹഫീസ് ബ്രോ താങ്ക് യു. ഇത് അന്ന് ചെയ്തു വെച്ചതാ. ആ സോങ്സ് ആദ്യമായിട്ടാണ് കാണുന്നത്. നൈസ് വൺ. CA വിഷ്ണു ബ്രോ താങ്ക് യു സോ മച്ച് 100 rupees ബ്രോ. താങ്ക് യു. ഇവൻ ഈ മാഷപ്പ് ഇവിടെ കൊണ്ട് ഇട്ടുകൊണ്ട് ഞാനത് എനിക്ക് പെട്ടെന്ന് അതാ ഓർമ്മ വന്നേ. ആദ്യ വ്ളോഗർ വൈറ്റീനെ ജീവിതത്തിൽ നമ്മളെ ഏറ്റവും ഹോണ്ട് ചെയ്യുന്നുണ്ടെന്നറിയോ? നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ കൺമുന്നിൽ വേദനിച്ചില്ലാതെ. എന്റെ അമ്മോ എന്റെ പള്ളി
മാർക്കോയുടെ മുന്നിൽ വീഴുന്ന നിങ്ങളുടെ ഓരോ വാക്കിനും എണ്ണം വേണം. ഈച്ച് ആൻഡ് എവറി വേർഡ് കൗണ്ട്സ്. എന്റെ അമ്മ ഇത് നോക്ക്. സീനല്ലേ? നിങ്ങൾക്കറിയോ മാർക്കോ ആരാന്ന്? എന്റെ പള്ളി. അഭിജിത്ത് കളരിക്കൽ ഇന്നോന്റസ്. നിങ്ങൾക്കില്ലാത്ത ശത്രുക്കളുണ്ടോ? പക്ഷെ ഇത് ബാക്കി പ്ലേ ചെയ്താൽ കോപ്പിറൈറ്റ് എന്നെ കൊണ്ടുപോകുന്നു തോന്നുന്നുണ്ട് ബ്രോ. അവർ സ്ട്രൈക്ക് തരാൻ നല്ല ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ബാക്കി പ്ലേ ചെയ്താല് എത്ര സെക്കൻഡായി? 30 സെക്കൻഡ്, 15 സെക്കൻഡേ പറ്റുള്ളൂ. ഇത് കോപ്പിറൈറ്റ് കൺഫേം ആണ്. ഇത് വീഡിയോ ബ്ലോക്ക് ആവുമെന്ന് തോന്നുന്നു. ആദി വ്ളോഗർ ഗൈസ് ഡു ചെക്ക് ഇറ്റ് ഔട്ട്. എൻ്റെ അമ്മോ കിടിലം, ഒന്നും പറയാനില്ല. ദാസപ്പൻ ബ്രോ താങ്ക് യു 40. എൻ്റെ മനോഹരേട്ട എന്തോരം കഴിവുകളാണ് ഈ ചെക്കനെന്ന്. പക്ഷെ എന്ത് ചെയ്യാൻ, ഞാൻ പണ്ടേ കുറച്ച് വിഷയമാണ്. ഞാൻ ഡാൻസ് കളിക്കും. ഡാൻസ് വേറെ ദിവസം കാണിച്ചു തരാം. ഡാൻസ് ഞാൻ മറ്റേ ഇതൊക്കെ കളിക്കുമായിരുന്നു പണ്ടത്തെ നാടോടി നൃത്തമൊക്കെ. ഇവിടെ ഫോട്ടോ ഒക്കെ ഇരിപ്പുണ്ട്. ഞാൻ പിന്നെ ഫീൽഡ് കിട്ടിയതാ. സ്ട്രീമർ ആയില്ലെങ്കിൽ എവിടെ എത്തേണ്ട ആളാ സത്യം. രാത്രിയിൽ 12 മണിക്ക് ഞാൻ ഇവിടെ വന്നിരുന്നു ഇങ്ങനെ കൊണയം പറഞ്ഞ് ഇരിക്കേണ്ട ഒരാളല്ല ഞാൻ എവിടെയും എത്തിയേനെ. എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പോയി കഴിഞ്ഞാൽ എന്നെ മിസ് ചെയ്യുമെന്ന് പറഞ്ഞ് ബിഗ് ബോസിൽ പോലും പോയില്ല ഞാൻ. 50 ലക്ഷം വെറുതെ കയ്യിരുന്നേനെ. വെറുതെ പോയ എനിക്ക് തന്നെ. നിങ്ങൾ വിടാത്തോണ്ടാണ് ഈ വട്ടം ഞാൻ പോവാത്തത്. നിങ്ങൾ വിട്ടാ ഞാൻ ഇന്ന് റെഡി പറയുകയാണ് ബിഗ് ബോസിനോട്. 50 ലക്ഷത്തിനെക്കാളും വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നാ. എടാ 50 ലക്ഷത്തിനേക്കാളും എന്താണെന്നറിയോ? ഒരു വിളിയുണ്ട്, ലൈവൊക്കെ കാണാറുണ്ട് ഏട്ടൻ, കേറി വാ മനെ. നിങ്ങൾ പറഞ്ഞോണ്ട് മാത്രമാണ് ഞാൻ പോവാത്തത്. അല്ലെ ഞാൻ പോയേനെ. അണ്ണാ ന്യൂ ചാനലാണ്. നെക്സ്റ്റ് ഇയർ സ്റ്റാർട്ടിങ്. നീഡ് യുവർ ബ്ലെസ്സിങ് ആൻഡ് വിഷസ്. നെക്സ്റ്റ് ഇയർ സ്റ്റാർട്ടിങ് നീ പടം ഇറക്കാൻ വെക്കണ അടുത്ത വർഷം തൊഴാൻ വേണ്ടി. ദൈവമേ എന്നെ രക്ഷിക്കണേ എന്ന് തൊഴാൻ പോയപ്പോൾ എൻ്റെ ചെരുപ്പ് മോട്ടിച്ചുമായിരുന്നു. തിരുമേനി ഗെയിമിങ്. തിരുമേനി പോന്ന് പറഞ്ഞു ആൾക്കാർ. പോയിട്ട് വാ. കണ്ടോ ഗൈസ്, ഞാൻ പോണേ. പക്ഷേ എനിക്ക് പറയണം, നിങ്ങളൊരു 10,000 പേരെങ്കിലും എന്നെ ഒരാഴ്ചയെങ്കിലും അല്ല ആദ്യത്തെ 2 എലിമിനേഷൻ ഇല്ലെങ്കിൽ അവിടെ നിർത്തണം. അല്ലെ എനിക്ക് വിഷമമാവും. പിന്നെ ലൈവ് ഒന്നും ഇടത്തില്ല. എനിക്ക് വിഷമാവും. പെട്ടെന്ന് വരാൻ വേണ്ടി ഒരു ടോപ്പിക് കൺഫേം. ഹലോ, പെട്ടെന്ന് നീ എന്താ മാന്യനായത്? എന്താ മാന്യനായത്? ആ നാളെ ഞാൻ വിളിക്കാം. ഇപ്പോൾ വിളിക്കാം. ശുബ്രോ താങ്ക് യു 100. ഐ ആം ഫ്രം പഞ്ചാബ്. ഹീ ഈസ് ദ ബിഗ്ഗസ്റ്റ് സിംഗർ ഓഫ് മൈ കൺട്രി. സിദ്ധു മൂസ് വാല ബ്രോ. ഡു യു നോ ഹിം? ഷോട്ട് ഇൻ ഇന്ത്യ. ഓ ഞാൻ അത് കണ്ടിട്ടുണ്ട് ബ്രോ. താങ്ക് യു സോ മച്ച്. വില പോകുന്നു. ബിഗ് ബോസിൽ പോയി എല്ലാവരും വില പോകുന്നൊക്കെയാണ് പറയണത്. പക്ഷേ എടാ എനിക്ക് ആദ്യമൊന്നും ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് പോകാൻ ആഗ്രഹം തോന്നി എന്നാണെന്നറിയട്ടെ, അഖിൽമാരാറിൻ്റെ ഒക്കെ അതില്ലേ, അതായിരുന്നു ഞാൻ ഇരുന്ന് കണ്ടത്. അതിന് മുമ്പ് പിന്നെ മറ്റേ ഇതും സാബു ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള. എടാ ഞാൻ പോകട്ടെ. ഞാൻ എല്ലാവരും പെർമിഷൻ തന്നെ. ഞാൻ പോവേ. ഇറങ്ങണല്ലേ? ഞാൻ പോവേ എന്തായാലും. അണ്ണാ ഷോ അബ്ദുൽ സുബാഷ് ഇൻസിഡന്റ് ടു യുവർ വ്യൂവേഴ്സ്. അതുൽ സുബാഷ് ഇൻസിഡന്റ് എന്താ? ഹൈഡ്ര 40 rupees. അതുൽ സുബാഷ് ഇൻസിഡന്റ് എന്താ? വെറുതെ സെർച്ച് നോക്കട്ടെ. അതുൽ സുബാഷ് കേസ്. അതുൽ സുബാഷ് സൂയിസൈഡ്. Adil Subhash suicide after asking man to pay 5 crore in old divorce case. SC lists 8 factors to decide. What? Alimola. 5 കോടിയോ? അമ്പോ. എടേ ഇതിനൊക്കെ എന്തിനു പറയാൻ? ഇതൊക്കെ എന്തൊരു റൂൾ? അയ്യോ, ഇതിനെപ്പറ്റി ഞാൻ എന്താ അഭിപ്രായം പറയാനാണ് ബ്രോ? തുറന്ന കേസാവും. ഇപ്പൊ ഈ വീഡിയോയും ബ്ലോക്ക് ആവും.
അല്ലല്ല എന്റെ യൂട്യൂബ് ഇത് കാണിച്ചുകൊണ്ട് യൂട്യൂബ് ചാനൽ ഇപ്പൊ വീഡിയോ റെസ്ട്രിക്റ്റഡ് ആവും. ഉറപ്പായിട്ട് റെസ്ട്രിക്റ്റഡ് ആവും. ആണോ? ഉറപ്പായിട്ടോ റെസ്ട്രിക്റ്റഡ് ആവും. ഇപ്പം നിങ്ങൾ നിൽക്കി ഒരു മിനിറ്റ്. ആവാൻ ചാൻസ് ഉണ്ട്. ആവോ വീഡിയോ എന്തായാലും ഇതാവും. വൈഫ് ഹറാസ്മെന്റ് ആണെന്നാ? ഓക്കെ. കോമ്പൻസേഷൻ ആണ് അത് 5 CR. അടിപൊളി. വൈഫിന്റെ ടോർച്ചർ. എന്റെ പൊന്നെ, ഇവിടെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഇത് ഡിവോവി വേണ. ഇത് ഓൾറെഡി കണ്ട. ഇതും കണ്ടതാ. പോച്ചിങ്കി സ്പോട്ടഡ്. സ്കൈ ഡൈവിംഗ് ചെയ്യുന്നവരെ ദുബായിൽ നിന്ന് ഇങ്ങോട്ട് എടുത്താണ് കേട്ടോ അവൻ. അടിച്ചിടുമോ? ഹലോ ബ്രോ, പടക്കൊന്നും അണ്ണം വന്നിട്ടുണ്ട്. ഞങ്ങളുടെ അണ്ണം വന്നിട്ട് കുട്ടി അണ്ണം വന്നിട്ട് മിണ്ടല്ലേ സിൻഡിക്കേറ്റ് അറിയാതെ ഇവിടെ ഒരു പരിപാടി നടക്കത്തില്ല, മനസ്സിലായോ കൊച്ചേ? ബാലരാജ്. കുട്ടിക്ക് കുട്ടിയുടെ ബോയ് ഫ്രണ്ടിനോട് കള്ളം പറയാം, പക്ഷെ ബാലരാജിനോട് കള്ളം പറയാൻ പറ്റത്തില്ല, മനസ്സിലായോ? ആർക്കാടാ ചിരിക്കാനുള്ള? ഇവർ വന്ന് എന്റെ മുന്നിൽ വന്ന് ചിരിയടാ, പിന്നെ നീ ഒന്നും ചിരിക്കത്തില്ല. എന്താ ഊമയ്ക്ക് സംസാരിക്കാൻ പറ്റത്തില്ലേ? അതെന്തൊരു ഊമയ്ക്ക് സംസാരിക്കാൻ പറ്റാത്ത? ഞങ്ങൾക്കൊക്കെ പറയാനൊരു പേരുണ്ട്, പക്ഷെ എന്റെ കൂടെ ഉള്ളവന്മാരോട് ചോദിച്ചു നോക്ക്. ബാലരാജിന്റെ ഇടംകൈ. ഇവനോട് പേര് ചോദിച്ചു നോക്ക്. ബാലരാജിന്റെ വലങ്കൈ എന്ന് പറയും. വേണമെങ്കിൽ ബാക്കിലുള്ളവനോട് ചോദിച്ചു നോക്ക്. ബാലരാജിന്റെ അങ്ങനൊന്നും ചാവത്തില്ലടാ. വൈൽഡ് ഫയർ ആടാ. ബാലന്റെ വീഡിയോ സെർച്ച് ചെയ്യണം. BBL പോയാൽ അണ്ണൻ റെഗുലറായി കാണാൻ പറ്റും. നല്ലൊരു ഡിസിഷൻ ആണ്. കൗശിക് 100 rupees. അത് ശരി. അപ്പൊ ഞാൻ റെഗുലർ അല്ലെന്നാണ് പറയണതല്ലേ? അപ്പൊ ഞാൻ ഇന്ന് ലൈവ് വന്നു. ബാലന്റെ ഏത് വീഡിയോയെ പറ്റി ഇവര് പറയുന്നേ? നമ്മളറിയാത്ത വീഡിയോ ഇറങ്ങിയോ? യൂട്യൂബിലല്ലാത്ത വീഡിയോ ഇറങ്ങിയോ? പുതിയ ചാനലിൽ മറ്റേ ഗെയിമിന്റെ കണ്ടന്റ്. അണ്ണാ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു, മെമ്പർഷിപ്പ് കിട്ടി. അക്ഷർ ചാച്ചി ബ്രോ താങ്ക് യു സോ മച്ച് 40 QT 40 rupees. ഇൻസ്റ്റ ഫോളോ ആക്കൂ. അമൽ ബിൻ അഹമ്മദ് ബ്രോ. ഞാൻ അറിയാത്തവരെ അങ്ങനെ ഫോളോ ചെയ്ത് വെക്കാറില്ല, അതാണ്. MVG ചാനൽ. ഓ MVG എന്നാണോ? അങ്ങനെ സെർച്ച് ചെയ്താൽ വരുമോ? MVG സെർച്ച് ചെയ്താൽ അതാ വന്നോളേ വീഡിയോസ്. ഇതാണോ വി ഗോട്ട് കിഡ്നാപ്ഡ്? ഓക്കെ. അപ്പോൾ ബാലൻ്റെ വീഡിയോ കണ്ടിട്ട് നമ്മൾ ഇന്നത്തെ ഡിസ്കോഡ് റിയാക്ഷൻസ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ദ വീഡിയോ. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്നറിയാവോ? നമ്മുടെ പരിപാടി കടകളുടെ കാർ കളക്ഷൻസ് കാണാം. ഇതിന്റെ കളക്ഷൻ കാണാനല്ലേ പരിപാടി? ഇന്ന് പോടാ അവിടെ നിന്ന്. കാർ കളക്ഷൻ എവിടെ നിൽക്കുന്ന നിങ്ങളൊക്കെ? ഏത്? ഞാൻ എന്റെ സ്വന്തം കസിനോയിലുണ്ട്. കസിനോ വീട് കസിനോ. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ട് പോവാ, ഞാൻ അങ്ങോട്ട് വരാം. അതെ, ഇങ്ങനെ തമാശയും കളിച്ചോണ്ടിരുന്നാ പോരാ, പണിയെടുക്കാൻ പോവാ നമ്മള്. ഇങ്ങോട്ട് വന്ന രണ്ടുപേരും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. എനിക്ക് മുകുൾസുന്റെ അക്കൗണ്ടില് എത്ര ഉണ്ട് ബാലൻസ്? ഇതല്ലെന്നോ? എടാ കോവാൻകോ ഞാൻ കണ്ടതാ. ഞാനത് ഓഫ്ലൈനിൽ കണ്ട വീഡിയോ ഓൾറെഡി. അതിനി ഇരുന്ന് റിയാക്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഞാൻ സിയോക്കെ കണ്ടു. അതാണെങ്കിൽ ഞാൻ കണ്ടു ഗൈസ്. അതാണെങ്കിൽ ഞാൻ കണ്ടു. ഞാനത് ഓഫ്ലൈനിൽ ഇരുന്ന് കണ്ടു ഗൈസ്. അത് മൊത്തം ഞാൻ കണ്ട്. ഓ നിങ്ങൾ അത് കാണാനാണ് പറയണതല്ലേ? ഓക്കെ. എടാ അത് ഞാൻ കണ്ടതാടാ. ഞാൻ ഓഫ്ലൈനിൽ കണ്ട്. ബ്രോ മാർക്കോ ട്രെയിലർ റിയാക്ഷൻ 23 ടൈം ഇട്ടേക്കണം. ഒരു റിവ്യൂ ചെയ്യാമോ? ഐസ് 21.43 ടൈമിൽ ഇട്ടേക്കണ റിവ്യൂ ചെയ്യാമോ? ഐസ് ഇട്ടേന്നോ? മനസ്സിലായില്ലടാ എന്താ പുള്ളി പറഞ്ഞേ? ഇത് മതി, ഇത് കാണ്. ഓക്കെ അങ്ങനെയാണ്. ഇത് കാണാം. ഇത് കണ്ടിട്ടിറങ്ങാം. 23 ലാക്കുണ്ടോ? കടകളുടെ പോക്കറ്റ് മണി ആയിട്ട് ഒരു 27 ലക്ഷം ഉണ്ട്. പിന്നെ ബാങ്ക് കോടികളുണ്ട്.
കോടികൾ അതാണല്ലോ നമുക്ക് വേണ്ടത്. കടവുള്ള നമ്മള് പൈസ കുറച്ച് ഇറക്കിയാലേ പൈസ ഇങ്ങോട്ട് കിട്ടത്തുള്ളു. കാശ് എനിക്ക് വിഷയമല്ല. അതാണ് നമുക്ക് വേണ്ട സംഭവം എന്ന് വെച്ചാല് എനിക്ക് മിഷൻ എന്തോന്ന് കറക്റ്റ് അറിയത്തില്ല. എന്തോ ജയിലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട നമുക്ക് എനിക്കൊന്ന് നമ്മള് ജയിലറായിട്ട് എന്തോ നിക്കാൻ പറ്റുമെന്നോ അങ്ങനെ എന്തൊക്കെ ഉണ്ട്. എന്തോ വലിയ ഡീലാണ് സംഭവം. പക്ഷെ ഇത് തുടങ്ങണമെങ്കിൽ നമ്മൾ എന്തോ ഒരു ഓഫീസ് പോലെ എന്തോ ഒരു സാധനം വാങ്ങണം. അതും എന്തുവാണെന്ന് അറിയത്തില്ല. അത് വാങ്ങിയാലേ അറിയത്തുള്ളൂ. മേടിക്കാം. അതിന് 10-26 ലക്ഷം ആവും. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും പറ്റത്തില്ല. നിനക്ക് ഡെയിലി പൈസ ഉള്ളു, നീ വേണം വാങ്ങാൻ. ഏത് ഓഫീസാണെന്ന് പറ. ചിലപ്പോ